പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക്, കൃപകൾക്ക് നമുക്ക് നന്ദി പറയാം. ഓരോ നിമിഷവും ദൈവം അനേകരെ വചനത്തിലൂടെ അഭിഷേകം ചെയ്യുന്നതിനെ ഓർത്ത്, കൃപകൾ കൊണ്ട് നിറയ്ക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനം കേൾക്കുമ്പോൾ അനേകരുടെ ഹൃദയങ്ങളിൽ വിശ്വാസം വർദ്ധിക്കുവാൻ, വിശുദ്ധി വർദ്ധിക്കുവാൻ, അഭിഷേകം വെളിപ്പെടുവാൻ കർത്താവെ നീ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതാരുടെയൊക്കെ അടുത്തൊക്കെ ഈ വചനം എത്തുന്നു അവരെയൊക്കെ കർത്താവെ നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, വ്യക്തികളെ അനുഗ്രഹിക്കണമേ, സ്ഥാപനങ്ങളെ അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യമാണ്. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഒരു വലിയ പ്രാർത്ഥന ഈശോയുടെ മുൻപിൽ തോമാസ് ലീഗ ഉരുവിടുകയാണ്. കാരണം താൻ അവിശ്വസിച്ച ദൈവത്തെ വിശ്വാസത്താൽ ഏറ്റുപറയുകയാണ്. ദൈവത്തിൻ്റെ മുൻപിൽ പൂർണ്ണമായും ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്ന, ഈശോയിൽ കൂടുതൽ വിശ്വസിക്കുന്ന, തൻ്റെ വിശ്വാസം ഏറ്റുപറയുന്ന തോമാസ് ലീഗായ നമ്മൾ ഈ തിരുവചന ഭാഗത്തിൽ കാണുന്നത്. നമുക്കറിയാം, ശിഷ്യന്മാരിൽ ഒരുവനായ തോമാസ് ലീഗ ഈശോ ശിഷ്യന്മാരെ കാണാൻ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ താൻ ഇല്ലാത്ത സമയത്ത് ഈശോ കടന്നു വന്നപ്പോൾ കൂടെയുണ്ടായിരുന്നവരോട് തോമാസ് ലീഗ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ അവനെ കാണുകയും എൻ്റെ കരങ്ങൾ അവൻ്റെ വിരാപ്പുറത്തിടുകയും ചെയ്താലല്ലാതെ ഞാൻ അവനിൽ വിശ്വസിക്കത്തില്ല. അവൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ കർത്താവ് വീണ്ടും ശിഷ്യന്മാർ ഒരുമിച്ചായിരിക്കുമ്പോൾ അവൻ്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് തോമസിനെ പ്രത്യേകമായിട്ട് വിളിച്ച് അവനെ തൻ്റെ അരികോട് ചേർത്ത് നിർത്തുകൊണ്ട് അവിടുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ തോമസിനോട് പറഞ്ഞു, നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. തൻ്റെ അവിശ്വാസത്തെ പരിഹരിക്കുവാൻ വേണ്ടി, തന്നെ വിശ്വാസിയാക്കി മാറ്റുവാൻ വേണ്ടി തൻ്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് തൻ്റെ കരങ്ങളും തൻ്റെ പാർശ്വങ്ങളും അവൻ്റെ മുൻപിൽ കാണിച്ച് അവനെ വിശ്വാസിയാക്കി ദൈവമകനാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ കാരുണ്യം തിരിച്ചറിഞ്ഞ തോമസ് പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നു. നമ്മുടെയും അനുദിന ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, നമ്മൾ വിശുദ്ധിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഏറ്റുപറയാതിരിക്കുമ്പോൾ, നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ ഓടി ഒളിക്കുമ്പോൾ തമ്പുരാൻ ഇതുപോലെ നമ്മയും തേടി വരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിലപ്പം കൂദാശകളിൽ നമ്മൾ അവിശ്വാസിയായി മാറുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ നമ്മൾ അവിശ്വാസിയായി മാറുമ്പോൾ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ തമ്പുരാൻ നമ്മളെയും തേടി വന്നുകൊണ്ട് നമ്മളെയും വിശ്വാസത്തിൽ തമ്പുരാൻ പിടിച്ചു നിർത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് ഉരുവിടേണ്ട പ്രാർത്ഥനയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. ഈ നിലവിളി എപ്പോഴും നമ്മളെ വിശ്വാസത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും നമ്മളെ അടുപ്പിക്കുന്നതാണ്. അവിശ്വാസിയാകാതെ വിശ്വാസിയാകുവാൻ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മനോഹരമായ പ്രാർത്ഥനയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്